ഹൃദയം സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവിക പ്രേമയെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലാക്കിയെങ്കിലും പ്രേമയ്ക്ക് ബോധം നഷ്ടപ്പെട്ടു. ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. സിന്ധുവും അച്ഛനും പ്രേമയുടെ ഭർത്താവും പ്രേമയുടെ അവസ്ഥ കണ്ട് വിഷമിക്കുന്നു. ദേവിക പ്രേമയെ കാണാനായി വരുന്നു. എന്നിട്ട് തിരിച്ചു നടക്കുമ്പോൾ പ്രേമ ദേവികയെ എന്ന് വിളിക്കുന്നു. ആരാണ് വിളിക്കുന്നതെന്ന് ദേവിക അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രേമയാണ് ദേവികയെ വിളിച്ചത്. പ്രേമേച്ചിയോ? ദേവികയെ നോക്കി എഴുന്നേറ്റിരിക്കുന്ന പ്രേമ വാതിലടച്ചു കുറ്റിയിട്ട് അടുത്തേക്ക് വരാൻ പ്രേമ ദേവികയോട് പറയുന്നു. എന്നിട്ട് ദേവികയോട് പറയുന്നു, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബോധമില്ലാത്തതുപോലെ ഞാൻ അഭിനയിക്കുകയാണ്. അതെന്തിനാണെന്ന് ദേവിക ചോദിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് ഈ സ്ഥിതി വരാനുള്ള കാരണം നിനക്കറിയണ്ടേ? വിഷ്ണുവും ചന്ദ്രയും വിവാഹിതരാണെന്ന് പ്രേമ ദേവികയോട് പറയുന്നു. എല്ലാം കണ്ടും കേട്ടും ദേവിക അത്ഭുതത്തോടെ നിൽക്കുകയാണ്. അവളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടെന്നും എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് അവൾ കണ്ടു. ബലമായി എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതിനിടയിൽ എൻ്റെ തല ഭിത്തിയിൽ അവൾ ഇടിപ്പിച്ച് എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ മറ്റേതോ സ്ഥലത്ത് ഒരു റൂമിൽ കിടക്കുകയാണ്. ആരൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ബോധം വരുമ്പോൾ അവർ എൻ്റെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ കുത്തിവെക്കും. ഇടയ്ക്ക് ജീവൻ നിലനിർത്താൻ ഭക്ഷണം തരും. ചന്ദ്രയും വിഷ്ണുവും ശരത്തുമാണ് ഇതിനു പിന്നിൽ. 3 പേരെയും സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെ അവർ കൊല്ലും. അതിനു മുൻപ് 3നെയും ഒറ്റയടിക്ക് തീർക്കണം. ഓരോരുത്തവരെ തീർത്താൽ മറ്റുള്ളവർ തലപൊക്കും. ഇനി ആരെയും അവർ കൊല്ലരുത്. അതിനു മുൻപ് എൻ്റെ സ്വർണം അവൾ എന്ത് ചെയ്തെന്ന് കണ്ടുപിടിക്കണം. ഇതിനൊക്കെ ദേവികയുടെ സഹായം എനിക്ക് വേണം. തൽക്കാലം സിന്ധു പോലും ഇക്കാര്യം അറിയരുത് എന്ന് പ്രേമ ദേവികയോട് പറയുന്നു. എന്നിൽ നിന്നും മറ്റാരും ഈ വിവരം അറിയില്ലെന്ന് പ്രേമയ്ക്ക് ദേവിക ഉറപ്പ് കൊടുക്കുന്നു. പ്രേമയെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയുന്നു. ഇനി വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചാൽ മതി. പ്രേമയ്ക്ക് ഏറ്റവും അടുത്ത ഒരാൾ എപ്പോഴും കൂടെ വേണം. ഇപ്പോൾ ദേവികയാണ് പ്രേമയ്ക്ക് ഏറ്റവും അടുത്ത ആളെന്ന് സിന്ധു പറയുന്നു. ദേവികയോട് ഡോക്ടർ ചോദിക്കുന്നു, പ്രേമയ്ക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റില്ലേ എന്ന്. ഞാൻ അതിനുള്ള സമയം കണ്ടെത്തി പ്രേമച്ചിയെ ശുശ്രൂഷിക്കാൻ പൊയ്ക്കൊള്ളാമെന്ന് ഡോക്ടർക്ക് ദേവിക ഉറപ്പ് കൊടുക്കുന്നു. ഡോക്ടർ നിരഞ്ജൻ മരണത്തോടടുത്തിരിക്കുന്നത് കൊണ്ട് അക്ഷരയുമായി കുറച്ച് അകൽച്ച കാണിക്കുന്നത് അക്ഷരയെ വിഷമിപ്പിക്കുന്നു. നിരഞ്ജൻ ആദ്യം സ്നേഹിച്ചിരുന്ന മാലു എന്ന ഡോക്ടറെയാണ് നിരഞ്ജന്റെ ചികിത്സയ്ക്കായി കാണുന്നത്. ഡോക്ടർ നിരഞ്ജൻ അക്ഷര അറിയുന്നതിനായി ഡോക്ടർ മാലുവുമായി കൂടുതൽ അടുപ്പം കാണിക്കുന്നു. ചന്ദ്രയുമായി ഇനി സിന്ധുവിന് ഡിവോഴ്സ് പോലും ആവശ്യമില്ല. നേരത്തെ വിവാഹിതയായ ചന്ദ്ര അത് മറച്ചുവെച്ചാണ് സിന്ധുവിനെ വിവാഹം ചെയ്തത് എന്ന ഒറ്റ കാരണത്താൽ ചന്ദ്രയും വിഷ്ണുവും സിന്ധുവിന്റെ സ്വത്തിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള വിവാഹ നാടകം പൊളിയുന്നു. ഡിവോഴ്സിൽ ഉറച്ചു നിൽക്കുമെന്നും കോടികൾ ജീവനാംശമായി വാങ്ങാമെന്നുമുള്ള ചന്ദ്രയുടെ കണക്കുകൂട്ടൽ തെറ്റുക മാത്രമല്ല, വിവാഹ തട്ടിപ്പ് നടത്തി കോടികൾ തട്ടാനായി നടത്തിയ വിവാഹ നാടകത്തിന്റെ പേരിൽ ചന്ദ്രയും വിഷ്ണുവും വീണ്ടും ജയിലിലാകാനാണ് സാധ്യത. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.